എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്റെ അറിവിൽ അദ്ദേഹം അധ്യാപകനായിരുന്നു, അത് എഞ്ചിനീയർ ആയിരുന്നില്ല. ഇനി എഞ്ചിനീയറായ MLA ആണെങ്കിൽ പോലും ഇടപെടാൻ പാടില്ല. സിവിൽ എഞ്ചിനീയറായ MLA ആണെങ്കിൽ പോലും വേണമെങ്കിൽ പറയാ, ഈ ഇതൊക്കെ വരുമ്പോ പറയാ, അറിവുള്ളവരാണെങ്കിൽ പറയട, ഇതിൻ്റെ അകത്ത് ഇപ്പൊ എനിക്ക് എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് പിടിക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കുമ്പോൾ ഇവര് ലാഭമുള്ള സാധനങ്ങൾക്ക് കൂട്ടം വയ്ക്കും. ലാഭം കുറഞ്ഞ ഐറ്റംസ് ഉണ്ട്, ലാഭം കുറഞ്ഞ ഐറ്റംസ് നമുക്ക് കണ്ടാ മനസ്സിലാവും, എസ്റ്റിമേറ്റ് കണ്ട. അല്ലാതെ നമുക്കിതിൻ്റെ അകത്ത് ഇടപെടാൻ പാടില്ലല്ലോ. സാധനത്തിന്റെ പ്രത്യേകിച്ച് അതിന്റെ ക്വാളിറ്റി കുറയ്ക്കണം എന്ന് പറഞ്ഞൊരു ശുപാർശ കൊടുക്കാൻ പാടില്ല. ഇനി MLA ശുപാർശ കൊടുത്താൽ, ഞാൻ കൊടുത്താലും അത് ചവറ്റുകൊട്ടനെ അറിയണം. അതിന് ഒരു വിലയില്ല. MLAക്ക് എല്ലാം കൊടുക്കാൻ പറ്റുമോ? എല്ലാ കാര്യത്തിലും MLAക്ക് അഭിപ്രായം പറയാൻ പറ്റുമോ? ഞങ്ങളൊക്കെ MLA മാരല്ലേ, നമുക്കങ്ങനെ എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയാൻ പാടില്ല. നമ്മളത് കൊടുത്താൽ അത് അർഹിക്കുന്ന സാധനം ചവറ്റുകൊട്ടയാണ്. ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും വരുത്താൻ പാടില്ല. ഡൽഹി IITയുടെ റിപ്പോർട്ട് ഇരിക്കുകയാണ്. എന്നിട്ടും അതിൻ്റെ അകത്ത് കോംപ്രമൈസ് ചെയ്ത് എത്ര ഷീറ്റുകൾ? 5000 ഷീറ്റാണ്. 5000 ഷീറ്റുകൾ. അപ്പോ 157 ടണ്ണിന്റെ ഭാരമാണ് കുറഞ്ഞിരിക്കുന്നത്. എത്ര വ്യത്യാസമാണ് ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ, ഈ മെയിൻ്റനൻസ് വർക്കിന്റെ ക്വാളിറ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. 157 ടൺ അല്ലേ? അത്രയും കുറവാണ് വന്നിരിക്കുന്നത്. അത്രയും വലിയ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. അത്രയും വലിയ അഴിമതി. നല്ല വിലയുള്ള ക്വാളിറ്റിയുള്ള ഷീറ്റ് കൊടുക്കാൻ ടെൻഡർ സ്വീകരിച്ചിട്ട് ക്വാളിറ്റി കുറഞ്ഞ ഷീറ്റ്, ടെൻഡർ നടപടികൾ അനുസരിച്ച്, ടെൻഡറിലെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടാണ് കരാറുകാരൻ ഇത് ചെയ്യാൻ പാടുള്ളൂ. കരാറുകാരൻ അല്ലാതെ ചെയ്താൽ അത് അയാൾക്കെതിരെ നടപടിയെടുക്കണം. അയാൾക്ക് ഈ പൈസ കൊടുക്കാൻ പാടില്ല. പൈസ കൊടുത്തു, പണമൊക്കെ കൊടുത്തു. അയാൾ ഈ ക്വാളിറ്റി കുറഞ്ഞ ഷീറ്റ് ചെയ്തിട്ടും അയാൾക്ക് എല്ലാ പണവും കൊടുത്തു. അതിനുശേഷം പിന്നെ മോൾ തട്ടിലെ ചോർച്ച മാറ്റാനും താഴെ തട്ടിലെ ചോർച്ച മാറ്റാനും ഉള്ള വേറൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ 130 കോടി, പിന്നെ 45 കോടി, പിന്നെ വേറെ കോടിയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ മോളിൽ കുറച്ച് ചോർച്ചയുണ്ട്, താഴെ നന്നായി ചോർച്ചയുണ്ട്. താഴെ തീർത്തിട്ട് പിന്നെ നോക്കിയിട്ട് മോളിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെൻഡറിലെ നിർദ്ദേശം. ഇവിടെ എന്താ ചെയ്തത്? ഉത്തരവ് വരുന്നത് ആരാ ഈ മുകളിലിരിക്കുന്നത്? AEയെയും AXയെയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും മറികടന്ന് കരാറുകാരന് മുകളിൽ നിന്ന് അല്ലെ ഈ കോടിക്കണക്കിന് രൂപയുടെ പണം അനുവദിക്കാൻ ആരാ അനുമതി കൊടുത്തിരിക്കുന്നത്? 33 കോടി രൂപയുടെ പ്രോജക്റ്റിന് 45 കോടി രൂപ കൊടുക്കാൻ എങ്ങനെയാണ് മുകളിൽ നിന്ന് ഉത്തരവ് വന്നത്? ഇത്രയും വലിയൊരു പദ്ധതി ഇപ്പൊ ഏകദേശം 200 കോടി രൂപ നടന്നു. 200 കോടി രൂപ നടന്നിട്ടും ഇതിന്റെ ഒരു പ്രൈം പർപ്പസ് ഉണ്ട്. എന്താണ്? ആദ്യത്തേത് ഈ 4 മീറ്റർ ഉയരത്തിൽ വെള്ളം നിർത്തുക എന്നുള്ളത്. ഇതുവരെ അതിന് പറ്റിയിട്ടില്ല. 200 കോടി രൂപ ചെലവാക്കിയിട്ടും അതിന് പറ്റിയിട്ടില്ല. ഷട്ടറിന്റെ ചോർച്ച അടയ്ക്കാൻ പറ്റിയിട്ടില്ല. ഉപ്പുവെള്ളം വരുന്നത് തടയാൻ പറ്റിയിട്ടില്ല. ജലസേചനത്തിന് ആവശ്യമായ വെള്ളം കൊടുക്കാൻ പറ്റിയിട്ടില്ല. കുടിവെള്ളത്തിന് ആവശ്യമായ വെള്ളം വിതരണം നടത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ 200 കോടി രൂപ നമുക്ക് ചോദിക്കാൻ അവകാശമില്ലേ? നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നല്ലേ ഇത് ചെയ്തിരിക്കുന്നത്? ആരുടെയും വീട്ടിൽ നിന്ന് എടുത്തിരിക്കുന്ന പൈസ എടുത്തല്ല ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് നികുതി പണത്തിൽ നിന്ന്, സാധാരണക്കാരൻ നികുതി അടയ്ക്കുന്ന പണത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഈ പരസ്യമായി വൃത്തികേട് ചെയ്തിരിക്കുന്നത്. പഞ്ചവടി പാലം എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമായി പോകും. നിസ്സാരമായ തമാശയായി പോകും. നിസ്സാരമായ തമാശ. ഇത് കൊള്ളയാണ് നടന്നിരിക്കുന്നത്. പരസ്യമായി കരാറുകാരും
അതിന്റെ മുകളിലിരിക്കുന്ന ആളുകളും എല്ലാവരും ചേർന്നുകൊണ്ട് നടത്തിയ പരസ്യമായ കൊള്ളയാണ്. ഇതിനെ ഐക്യ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയമായും നേരിടും, ഇതിന് നിയമപരമായും നേരിടും. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന മുഴുവൻ കുറ്റവാളികൾ എന്ന് ഞാൻ അവരെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. രാജ്യത്തിന്റെ സമ്പത്ത്, നാടിന്റെ സമ്പത്ത് കൊള്ളയടിച്ചവനെ വേറെ ഓമന പേരൊന്നുമില്ല വിളിക്കാൻ. കുറ്റവാളിയാണ്, കൊള്ളക്കാരാണ്. അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നത് വരെ ഐക്യ ജനാധിപത്യ മുന്നണി ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. അതിന് നമ്മൾ ആരംഭിക്കുന്ന ബൃഹത്തായ ഒരു സമരത്തിന്റെ തുടക്കമായിട്ടാണ് ഇന്നിവിടെ സമുന്നതരായ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ ഉപവാസ സമരം ആരംഭിച്ചിരിക്കുന്നത്. ഈ ഉപവാസ സമരം നടത്തുന്ന മുഴുവൻ നേതാക്കന്മാരെയും അവർക്ക് പിന്തുണയുമായി എത്തിയിട്ടുള്ള എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇത് സംസ്ഥാന തലത്തിൽ തന്നെ UDF ഒരു വിഷയമായി ഏറ്റെടുത്ത് ഇത് കേരളത്തിന്റെ നിയമസഭയിലും മറ്റു സ്ഥലങ്ങളിലും ഉന്നയിക്കും എന്നുകൂടി നിങ്ങൾക്ക് വാക്ക് നൽകിക്കൊണ്ട് ഞാൻ പറഞ്ഞ വാചകം ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് UDF ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഉപവാസ സമരം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.